ഹലോ, നമസ്കാരമുണ്ട്. വെൽക്കം ടു വായനാ ലോകം. നോവൽസ്, നോൺ ഫിക്ഷൻ, ഹിന്ദി, മലയാളം ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങളുമായി പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. ആങ്ഷ്യസ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം 2024 ജോണത്തൻ ഹൈറ്റിൻ്റെ ഹീസ് എ അമേരിക്കൻ സോഷ്യൽ സൈക്കോളജിസ്റ്റ്. അദ്ദേഹം മുമ്പേ വേറെ ഹാപ്പിനെസ് ഹൈപ്പോത്തിസിസ്, റൈറ്റിയസ് മൈൻഡ് ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വർഷം വായിച്ചതാണെങ്കിലും ഐ നെവർ ഗോട്ട് എ ചാൻസ് ടു റിവ്യൂ ദാറ്റ് ബുക്ക്. ഓരോ തിരക്കായി പോയി. പക്ഷെ ഇപ്പം അഡോളസൻസ് എന്നിട്ടുള്ള ഒരു TV സീരീസ് ഭയങ്കര ചർച്ചയായിരുന്നു. അപ്പോൾ ആങ്ഷ്യസ് കഴിഞ്ഞ ദിവസം ഞാൻ സിനിമ മലയാളി എന്നുള്ള എൻ്റെ ചാനലിൽ ഞാൻ അഡോളസൻസിനെ പറ്റിയിട്ട് പറയണ്ടായി. അപ്പോൾ അതിൻ്റെ താഴെ സമ്മൺ ആക്ച്വലി കമൻറ്റഡ് യു ഷുഡ് talk about anxious generation along with adolescence. കാരണം ആങ്ഷ്യസ് ജനറേഷൻ നമ്മളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ചോദ്യം ഇതാണ്. സാമൂഹ്യ മാധ്യമവും ഓൺലൈൻ ജീവിതവും ഒക്കെ ഒരു ജനറേഷനെ മൊത്തം ആശങ്കയിൽ, ആങ്സൈറ്റിയിൽ കൊണ്ടു ചെന്ന് എത്തിക്കുന്നു എന്നുള്ളത്. പാരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ ജോണത്തൻ അതിൽ ഡീറ്റെയിൽഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അഡോളസൻസിൻ്റെ റിവ്യൂ കാണണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ടു സിനിമ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ഇതാക്കാം. പുസ്തകം ലെറ്റ്സ് ഗെറ്റ് ടു കുറച്ച് പോയിന്റുകളുണ്ട് അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നത്. മെൻ്റൽ ഹെൽത്ത് ക്രൈസിസിൻ്റെ ദ റൈസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് ക്രൈസിസ്. പണ്ടൊക്കെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം എന്നുള്ളത് പലപ്പോഴും ഒരു പ്രായമായവരുടെ ഒരു സംഭവമായിട്ടാണ് ജനറലി കരുതി പോന്നിരുന്നത്, ഞാനൊക്കെ വളരുന്നൊരു കാലത്ത്. പക്ഷെ ഇന്ന് മെൻ്റൽ ഹെൽത്ത് ക്രൈസിസ്, ഡിപ്രഷൻ പ്രശ്നങ്ങൾ, സൂയിസൈഡ് റേറ്റ് ഒക്കെ യങ്ങർ ജനറേഷൻ്റെ ഇടയിലും കൂടുതലാവുന്നുണ്ട്. അത് വലിയൊരു പ്രശ്നമാണ്. അതിന് കാരണം സാമൂഹ്യ മാധ്യമമാണോ? അതിനൊരു കാരണം മാത്രമായിട്ട് വെക്കാൻ പറ്റില്ല. ദർ ആർ പ്രോബ്ലി മെനി റീസൺസ് ടു ഇറ്റ്. പക്ഷേ അതിനെ കുറയ്ക്കാനല്ല, അതിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓൺലൈൻ ഉപാധികൾ കംപ്ലീറ്റ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളൊരു സംഭവമുണ്ട്. ദാറ്റ് ഈസ് വൺ മേജർ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഫോൺ ബേസ്ഡ് ചൈൽഡ്ഹുഡ് എന്നുള്ളതാണ്. ഇന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 16-17 വയസ്സുള്ള കുട്ടികളൊക്കെ ഫോണില്ലാത്തൊരു ജീവിതം കണ്ടിട്ടില്ല. ചിലപ്പോൾ അതിനെക്കാട്ടും, ചിലപ്പോൾ മേ ബി 20 years, ഐ ഡോണ്ട് നോ. ഫോണുകൾ വന്ന് ഞാൻ ആദ്യമായിട്ട് സെൽഫോണുകൾ എനിക്ക് അറിയുന്നത്, ഞാൻ ഇന്ത്യ വിടുന്നത് 99-ലാണ്. അന്ന് എനിക്ക് സെൽഫോൺ ഇല്ല. പക്ഷേ ഞാൻ ദുബായിലേക്ക് പോയി കഴിഞ്ഞിട്ട് ദുബായിൽ ഞാൻ സെൽഫോൺ 99-ൽ എനിക്ക് ദുബായിൽ വെച്ചിട്ട് സെൽഫോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം എനിക്കൊന്ന് സ്മാർട്ട് ഫോൺ വന്നതിൻ്റെയാണ് അതിലൊരു സംഭവം ഉള്ളത്. ഫോണുകൾ ഉണ്ട്, പക്ഷേ ഒരു ചൈൽഡ്ഹുഡ്, ബാല്യം തന്നെ ഒരു ഫോൺ ബേസ്ഡ് ബാല്യമാവുന്നത് ഒരു വലിയൊരു സംഭവമാണ്. കുട്ടികൾ ചെറുതാവുമ്പോൾ കുട്ടികൾക്ക് ഐപാഡ് കൊടുക്കുന്നു. വളരെ ചെറിയ കുട്ടികൾ തന്നെ സ്വൈപ്പ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അത് കുട്ടികളുടെ വളർച്ചയെ വളരെയേറെ ബാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ വളരുന്ന രീതിയെ കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്യാണ് ഈ ഫോൺ ബേസ്ഡ് സിസ്റ്റം. ആ ഫോൺ ബേസ്ഡ് സിസ്റ്റം എങ്ങനെയാണ് ഇൻഫർമേഷനെ കുട്ടികളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്, കുട്ടികൾ ഈ ലോകത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ലോകത്തെക്കുറിച്ച് പഠിക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ പോയിന്റ് ദാറ്റ് ഹി മേക്സ് ദർ. നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് സോഷ്യൽ മീഡിയ ആൻഡ് സ്മാർട്ട് ഫോൺസ്. അതിപ്പോൾ ധാരാളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, സാമൂഹ്യ മാധ്യമത്തിൻ്റെ പ്രശ്നങ്ങൾ. പക്ഷെ ഇതൊന്നും കുട്ടികളിൽ മാത്രമല്ല, വലിയവരിലും ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട്. ഇപ്പം റീലുകൾ, ഈ വീഡിയോൻ്റെ താഴെ തന്നെ കാണാം, കുറച്ചും കൂടെ ചുരുക്കി പറഞ്ഞു കൊടുക്കുന്നത്. ആൾക്കാർക്ക് സമയമില്ല, ആൾക്കാർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. 30 സെക്കൻഡിൽ 1 മിനിറ്റിൽ കിട്ടേണ്ട അത്ര ഇൻഫർമേഷൻ കിട്ടിയിട്ട് അടുത്ത റീലിലേക്ക് കിടക്കണം. എന്തിന്? ഇത്രയൊക്കെ വിവരം, ഇത്രയൊക്കെ കൺസ്യൂം ചെയ്തിട്ട് എന്താ കാര്യം? പുസ്തകം വായിക്കാൻ ഒരു 250-300 പേജ് പുസ്തകം വായിക്കാൻ കഴിയുന്ന ആൾക്കാരുടെ നമ്പർ കുറയുന്നുണ്ട്. എന്താ കാരണം അത്ര നേരം ഒരേ ടോപ്പിക്കിൽ, ഒരേ ചിന്തയിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്.
നമ്മുടെ അറ്റൻഷൻ സ്പാൻ കംപ്ലീറ്റ് നശിച്ചു പോകുന്നുണ്ട്. ഇത് അഡൽട്ട്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് പുസ്തകം വായന ചെറുപ്പത്തിലേ വരാതെ ഫോണുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന കുട്ടികളിൽ പുസ്തകം വായന കുറയുന്നുണ്ട് എന്നുള്ളൊരു ഫാക്ടറാണ്. ഇപ്പോൾ പുസ്തകം വായിച്ചില്ലെങ്കിൽ നന്നാവില്ല എന്നൊക്കെ ചോദിച്ചാൽ പുസ്തകം വായിക്കാതെയും ലോകത്തിനെ പറ്റി നല്ല ധാരണയുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ അറ്റൻഷൻ്റെ കാര്യമാണ് പറയുന്നത്, പുസ്തകമെന്ന് മാത്രമല്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ ചിത്രം വരയ്ക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ചിത്രം വരയ്ക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർക്കൊരു കാമിങ് സംഭവമാണ്. ചിത്രം വരയ്ക്കുന്ന പെയിൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, പെയിൻറ്റിങ് പഠിക്കുന്ന ആൾക്കാരെ പെയിൻറ്റ് ചെയ്ത് മെല്ലെ 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 ഇറ്റ്സ് ഒരു തെറപ്പറ്റിക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ആൾക്കാർക്ക്. പുസ്തകം വായിക്കുക എന്നുള്ളത് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മളെ മനസ്സിൽ ക്യാരക്ടേഴ്സിൻ്റെ ചിത്രം കൊടുക്കുന്നു, അത് ഒരു കഥയിൽ കൂടെ പോകുന്നു, ആ കഥയിലൂടെ നമ്മൾ ദിവസങ്ങളോളം നീങ്ങുന്നു. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതൊക്കെ വളരെ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് കിട്ടണം എന്നുള്ള ഇതിലേക്കാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ലോങ് ഫോം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. റീല് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. പക്ഷേ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ സമയമെടുത്തിട്ട് പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർ കേട്ടാൽ മതി. ഇനിയിപ്പം ഫോണിൽ കാണണ്ട, വീഡിയോ കാണണ്ട എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോഡ്കാസ്റ്റ് ഉണ്ട്, വായനാലോകം. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കൂ. ഞാനൊക്കെ 6 മണിക്കൂറും 7 മണിക്കൂറും നീണ്ടു നിൽക്കുന്ന പോഡ്കാസ്റ്റുകൾ കേൾക്കാറുണ്ട്, പുസ്തകങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു അറ്റൻഷൻ നമുക്ക് തന്നെ കൺട്രോളിലാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, സ്മാർട്ട് ഫോൺ, സാമൂഹ്യ മാധ്യമം എല്ലാം തന്നെ നമ്മളതിൽ നിന്നും മാറ്റുന്നു എന്നുള്ളത്. പിന്നുള്ളത് ഫ്രീ പ്ലേ, അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഫ്രീ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുപോവുക കളിക്കുക. യങ്ങർ ജനറേഷനിൽ പുറത്തുപോവുക കളിക്കുക എന്നുള്ളത് ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പം എൻ്റെ കുട്ടികൾ വളരെ കുറവാണ്. ഇപ്പോൾ അമേരിക്കയിൽ ഞാൻ താമസിക്കുന്നിടത്ത് ധാരാളം കുട്ടികൾ പുറത്തു പോകും. പക്ഷേ അതിൻ്റെ ഒരു കാരണം പറയുന്നത് ഭയങ്കര രസമാണ്. ഇവിടെ പറയുന്നത് 80കളുടെ അവസാനം 90കളുടെ, അമേരിക്കേൻ്റെ ഒരു ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. 80കളുടെ അവസാനം 90കളിലൊക്കെ ഈ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്ന കുട്ടികൾ, വെള്ള ട്രക്കിൽ ആൾക്കാർ വന്ന്, അതായത് സിനിമകളുടെ ഭാഗമായിട്ടും അങ്ങനത്തെ 1-2 ഇൻസിഡൻസിൻ്റെ മുകളിൽ ഭയങ്കര പേടി പാരൻസിന് കുടുങ്ങുകയാണ്. അങ്ങനെ ഒരു പേടി കുടുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് പാരൻസ് കുട്ടികളെ പുറത്ത് വിടാണ്ട് ദേ മോർ ഓവർ പ്രൊട്ടക്റ്റീവ്. അപ്പോൾ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയി കളിക്കുക എന്നുള്ളത് നഷ്ടപ്പെട്ടു പോവുകയാണ്. അല്ലെങ്കിൽ കുട്ടികൾ പുറത്ത് കളിക്കാൻ പോകുന്ന സമയത്ത് ഒരു ഏജിലുള്ള ആൾക്കാർ മാത്രമല്ല, ഒരു 10 വയസ്സുള്ള കുട്ടിയും 15 വയസ്സുള്ള കുട്ടിയും 7 വയസ്സുള്ള കുട്ടിയും 12 വയസ്സുള്ള കുട്ടിയും, ഇവരൊക്കെ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ വലിയവർ ചെയ്യുന്നത് നോക്കിയിട്ട് പഠിക്കുക, ആ ഒരു ഇൻട്രാക്ഷൻ സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നടക്കും. അപ്പോൾ ഞങ്ങളൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് എനിക്കൊക്കെ ഒരു 12-13 വയസ്സുള്ള സമയത്ത് അവിടെ 18-19 വയസ്സുള്ള ആൾക്കാരും ഞങ്ങളുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. സ്കൂളുകളിൽ പറയുന്നുണ്ട്, സ്കൂളുകളിൽ ഒരേ പ്രായത്തിലുള്ള ആൾക്കാരെയാണ് ക്ലാസ് ആയിട്ട് ഇതാക്കുക. അപ്പം സ്കൂളിൽ നമുക്ക് ഈ എൽഡർ ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻ കുറവായി വരികയാണ്. അപ്പം അങ്ങനെ അതിനുള്ള സാധ്യതകളില്ല. എപ്പോഴും ആ ഗ്രൂപ്പ്, ആ ബാച്ച്, ആ സ്കൂള്, ആ ക്ലാസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരിക്കുക. പക്ഷെ പുറത്താണ് നമ്മളിൽ നിന്നും പ്രായം കൂടിയ ആൾക്കാരുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യും, വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതൊരു ലേണിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ആ ഫ്രീ പ്ലേ. അത് കംപ്ലീറ്റ് സ്മാർട്ട് ഫോണുകളും ഐപാഡുകളും ഇതുപോലുള്ള ഡിവൈസസ് എടുക്കുകയാണ്. ടി വി പോലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ ടി വി കാണുന്ന സമയത്ത് ടി വിയെ മണ്ടൻ പെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാലത്ത് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിലും ടി വി ഇത്ര തന്നെ മോശമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ടി വി കാണുന്നു, കുറച്ച് കഴിഞ്ഞാൽ ടി വി ഓഫാക്കുന്നു. ഇപ്പം ഞാൻ ടി വി കാണുന്നതിനെക്കാട്ടും കൂടുതൽ പലപ്പോഴും ഫോണിലും ലാപ്ടോപ്പിലാണ് കാര്യങ്ങൾ കാണുന്നത്. ആൻഡ് ഭയങ്കര അഡിക്റ്റീവാണ്. ഒരു ദിവസം രാത്രി ഞാൻ കിടന്നുറങ്ങാൻ നേരത്ത് ഐ ടുക്ക് ദ ഇൻസ്റ്റഗ്രാം ആൻഡ് ഐ സ്റ്റാർട്ട് സ്ക്രോളിങ്. പിന്നെ ഒരു 1/2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ റിയലൈസ് ചെയ്ത് സമയം പോയി എന്നുള്ളത്. അത്രയും നേരം എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത 1/2-3 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന സമയമാണ് അനാവശ്യമായി നഷ്ടപ്പെട്ടത്. അപ്പോൾ സ്മാർട്ട് ഫോൺസ്, പിന്നെ സോഷ്യൽ മീഡിയേൻ്റെ, ഞാൻ പ്രത്യേകിച്ച് അതിൽ എക്സ്ട്രാ ആയിട്ട് പറയുന്നില്ല, സോഷ്യൽ മീഡിയേൻ്റെ പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കുന്ന ഒരു ജനറേഷനിൽ കമ്പാരിസൺ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പോലുള്ള ഒരു സംഭവത്തിന് ഭയങ്കരമായിട്ടുള്ള കമ്പാരിസൺ വരുന്നുണ്ട്. ആ കമ്പാരിസൺ വരുമ്പോൾ എല്ലാവരുടെയും ജീവിതം വളരെ സുന്ദരമാണ്, നമ്മുടെ ജീവിതം മോശമാണ്.
ആ കമ്പാരിസൻ്റെ മുകളിൽ ദാറ്റ് ഓൾസോ ലീഡ്സ് ടു മെൻ്റൽ ഹെൽത്ത് ക്രൈസിസ് ആൻഡ് പ്രോബ്ലംസ് വിത്ത് യങ്ങർ ജനറേഷൻ. ഒരു സ്പോഞ്ച് മാതിരി എല്ലാ സാധനവും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. വലിയ ആൾക്കാരുടെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അപ്പം ഇമാജിൻ ചെയ്യാമല്ലോ 10 വയസ്സുള്ളൊരു കുട്ടി എത്ര കണ്ട് ഓൺലൈനിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു എന്നുള്ളത്. ഓവർ പ്രൊട്ടക്റ്റിംഗ് പാരൻറ്റിങ്, ഞാൻ നേരത്തെ പറഞ്ഞത്, കുട്ടികളെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അവരെ ഫ്രീ ആയിട്ട് വിടാൻ പറ്റാതെ, ഈ ഫ്രീ പ്ലേൻ്റെ ഭാഗമാണ്. പുസ്തകത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ചില റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നുണ്ട്. പോളിസി ആയിട്ട് 13 വയസ്സ് കഴിയാണ്ട് കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഒരു സെൽഫ് റെസ്ട്രിക്ഷൻ ഈ സാധനത്തിന് വേണം. ഞാനൊരു 3 മാസത്തെ ഒരു സോഷ്യൽ മീഡിയ ഡീടോക്സ് ചെയ്തു. എല്ലാ സാമൂഹ്യ മാധ്യമത്തിൽ എൻ്റെ ആപ്പുകളൊക്കെ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു 3 മാസം. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ വേറെ ചാനലിൽ. എനിക്ക് ഭയങ്കര ഒരു ആങ്സൈറ്റി ഉണ്ടായി ഇത് നിർത്തിക്കഴിഞ്ഞപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട മാതിരി. പക്ഷെ 2-3 ആഴ്ച കഴിഞ്ഞപ്പം മെല്ലെ ഞാൻ റിയലൈസ് ചെയ്തു തുടങ്ങി എനിക്ക് കുറേ സമയം അവൈലബിൾ ആണെന്നുള്ളത്. ആൻഡ് ദാറ്റ് ഐ വാസ് ഏബിൾ ടു യൂസ് ദാറ്റ് ടൈം ഫോർ മെനി തിങ്സ്. പുസ്തകം വായിക്കാൻ, സിനിമ കാണാൻ, ആൾക്കാരുമായി സംസാരിക്കാൻ, പഴയ കൂട്ടുകാരെ കോണ്ടാക്ട് ചെയ്യാൻ. അപ്പോൾ ആ സമയം അതൊന്നും ചെയ്യാണ്ട് നഷ്ടപ്പെട്ടു പോവുമായിരുന്നു എന്നുള്ളത് തോന്നി. ജോലിയെടുക്കാൻ ഐ ഫെൽറ്റ് സോ. എന്നിട്ട് ഞാൻ 3 മാസം കഴിഞ്ഞിട്ട് അത് കണ്ടിന്യൂ ചെയ്തില്ല, തിരിച്ചു വന്നു എന്നുള്ളതാണ് ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ. പക്ഷെ ഞാൻ 3 മാസം ഡീടോക്സ് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ പഴയ മാതിരി അഡിക്റ്റഡ് അല്ല ഇതിനോടെന്നുള്ളത്. പഴയ പോലെ സാമൂഹ്യ മാധ്യമത്തിന് ഉപയോഗിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ വർഷത്തിൽ ഒരു 3 മാസം ഡീടോക്സ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനും എല്ലാം ഗുണം ചെയ്യുന്നതാണ്. നമ്മൾ വർക്ക് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, അതെൻ്റെ ഒരു ഹോബിയാണ്. 3 മാസം വീഡിയോ ഒന്നും ചെയ്യാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അൽഗോരിതങ്ങൾ നമ്മളെ മറന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് മെനി പീപ്പിൾ സെഡ് ദർ കുറേ കാലമായിട്ട് കാണാറില്ലല്ലോ എന്നൊക്കെ. പക്ഷേ ഒരു കാര്യം മനസ്സിലായത്, ലോകത്തിൽ എല്ലാവരും നമ്മളെ അന്വേഷിക്കുന്നു വിചാരിക്കുന്നത് തെറ്റാണ്. നമ്മൾ പോയാൽ ഒരുത്തനും നമ്മളെ അന്വേഷിക്കില്ല. അപ്പോൾ ചേഞ്ച് നമ്മളുടെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരേണ്ട കുറച്ച് ചേഞ്ച് ഇതിലുണ്ട്. പെൺകുട്ടികളെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് വലിയൊരു ഫാക്ടറായിരുന്നു. കാരണം ഇൻസ്റ്റഗ്രാമിൽ പെൺകുട്ടികളെയാണ് ഇത് ആൺകുട്ടികളെക്കാട്ടും കൂടുതൽ ബാധിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ. ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ നമ്മളെ കൂടുതൽ ഭംഗിയുള്ളവരാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കളറ്, കൂടുതൽ മുടി, അല്ലെങ്കിൽ അങ്ങനെ ഓരോ സാധനങ്ങൾ. എന്താണ് ഓരോ സ്ഥലത്തെ സൗന്ദര്യ സങ്കല്പം എന്നുള്ളത്. വെളുപ്പ് സൗന്ദര്യ സങ്കല്പമാണെന്നുള്ളതാണ്. ഒരു സത്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്ത ആൾക്കാരുടെ സ്കിന്നൊക്കെ അങ്ങ് മോശമാവുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് സ്കിൻ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എങ്ങനെ നോക്കുമ്പോൾ ആ മുഖം അങ്ങോട്ട് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും. ഇപ്പോൾ ഏക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡിയൊക്കെ ഫുൾ ടൈം ഷാറുഖ് ഖാൻ്റെയും സൽമാൻ ഖാൻ്റെയും പോലെ ആവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ വരെ ഫോട്ടോയിലിട്ടോ, അല്ലാണ്ടല്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ ഈ ഓൺലൈനിൽ പറ്റും, നമ്മുടെ ഒരു ഇമേജ് വർദ്ധിപ്പിക്കാൻ. അപ്പോൾ ആദ്യം വിചാരിക്കും നമ്മൾ ഈ സെൽഫ് ഇമേജ് നന്നാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സെൽഫ് ഇമേജ് മോശമാവുക ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പ്രോസസ്സിൽ. പെൺകുട്ടികളെ കൂടുതൽ അത് ബാധിക്കുന്നുണ്ട്. പക്ഷെ അഡോളസൻസ് എന്നുള്ളതിൽ ആൺകുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ തീം വേറെയാണെങ്കിലും ആ തീമിൽ വലിയൊരു ഫാക്ടർ സാമൂഹ്യ മാധ്യമത്തിൽ അല്ലെ ഓൺലൈനിലുള്ള ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ചില കൾട്ടുകളും നരേഷൻസിൻ്റെയും ഭാഗമായിട്ട് ജീവിതം തന്നെ അതിലേക്ക് കംപ്ലീറ്റ്ലി കൺട്രോളായി പോകുന്ന ഒരു കുട്ടിയുടെയാണ്, 13 വയസ്സുള്ളൊരു കുട്ടിയുടെ കഥയാണ്. അപ്പോൾ ജോണത്തൻ ഹൈറ്റിൻ്റെ പുസ്തകം എനിക്ക് തോന്നുന്നത് റിക്വയർഡ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് പുസ്തകം വായിക്കാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോണത്തൻ ഹൈറ്റിൻ്റെ പോഡ്കാസ്റ്റുകൾ കേൾക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റും കൂടെ കേട്ടപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടില്ല, അഡോളസൻസിനെ പറ്റി സംസാരിക്കും ചെയ്തില്ല. ആ പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര, അത് അഡോളസൻസ് എന്നുള്ള ഈ സീരീസുമായി ബന്ധപ്പെട്ടൊരു അദ്ദേഹം പറഞ്ഞ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ
ഭയങ്കര തിരക്കായി നമുക്ക് കുട്ടികളെ നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കുട്ടികൾ മോശമാവുന്നത് എന്നുള്ളൊരു ധാരണ സമൂഹത്തിലുണ്ട്. അതായത് നമ്മളാണ് ഉത്തരവാദി ആസ് പാരൻസിൽ. അപ്പോൾ ഇയാൾ പറയണേ അങ്ങനെയല്ല, അത് നമ്മളെ സ്ട്രക്ചറേ മാറിപ്പോയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മളെ സമൂഹത്തിൻ്റെ, നമ്മളുടെ കുടുംബത്തിൻ്റെ സ്ട്രക്ചർ മാറിപ്പോകുന്നതാണ്. ആൻഡ് ദ റീസൺ ഈ സേസ് ദാറ്റ് ഇസ് ദാറ്റ് ഇപ്പോൾ നമുക്ക് വിചാരം ഒരു ഫാമിലിയിൽ അച്ഛനും അമ്മയും രണ്ടുപേരും ഫുൾ ടൈം ജോലിയാണെങ്കിൽ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടില്ല എന്നുള്ളതാണ്. ഇയാൾ പറയണത് ഒരു 10-60 കൊല്ലം അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ്, വീട്ടിലൊരാൾ സ്റ്റേ അറ്റ് ഹോം ആയിട്ട് നിന്നിട്ട് വീട്ടിൽ കുട്ടികളുടെ കാര്യം നോക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു കൂടുതൽ. അത്ര 60 വർഷത്തേക്കൊന്നും പോകണ്ട, കുറച്ച് കാലത്തേക്ക് നോക്കിയാൽ മതി, ഒരു 10-20-30 വർഷത്തേക്ക് പോയാൽ മതി. പക്ഷെ അവിടെയും എല്ലാ സമയത്തും കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മമാർക്കോ അച്ഛന്മാർക്കോ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുട്ടികളെ നോക്കിയിരുന്നല്ലേ, കുട്ടികളുടെ വളർച്ചയിൽ അവരുടെ ഗ്രോത്തിൽ പാരൻസിന് മാത്രമായിരുന്നില്ല പങ്കാളിത്തം. സ്കൂളിൽ ടീച്ചർമാർക്ക്, നെയ്ബേഴ്സിന്. അതായത് കുട്ടികളെ നേർവഴിക്ക് നയിക്കുക എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ, ഒരു ഗ്രാമത്തിൻ്റെ മൊത്തം ആവശ്യമായിട്ട് വരുന്നൊരു സംഭവമായിരുന്നു. പീപ്പിൾ കെയർഡ് മോർ ആൻഡ് പീപ്പിൾ വർ ഓക്കെ ടു കെയർ. ഇന്ന് നമ്മളിപ്പോൾ ഒരു കുട്ടിയുമായിട്ട് നമ്മൾ സംസാരിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ആൾ ചെറിയൊരു കുട്ടിയുമായിട്ട് ഒരു അപരിചിതനോ അല്ലെങ്കിൽ നിരന്തരം സംസാരിക്കുക ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സംശയദൃഷ്ടിയാണ് കാണുക. കാരണം അതിൻ്റെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ആർ റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട് അവർ കിഡ്സ്. പക്ഷേ പാരൻസിന് പണ്ടുള്ള സമയമൊക്കെ തന്നെ ഇപ്പോഴും ഉള്ളത്. പക്ഷേ പാരൻസിൻ്റെ അടുത്തുനിന്ന് മാത്രമല്ലാണ്ട് സമൂഹത്തിൽ നിന്നും ലോകത്തിൽ നിന്നും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ കുട്ടികൾ കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ചാറ്റ് റൂമുകളും ഓൺലൈൻ ഉള്ള ചില ചാനലുകളും ഒക്കെയാണ്. അത് ഭയങ്കരമായിട്ട് ഇവരെ ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളത്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ റെക്കമെൻഡഡ് റീഡിങ് ഇൻ മൈ ഒപ്പീനിയൻ. അദ്ദേഹത്തിൻ്റെ ഹാപ്പിനെസ് ഹൈപ്പോത്തസിസ് പണ്ട് വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ഈ പുസ്തകത്തിനെ പറ്റി വീണ്ടും ചിന്തിച്ചപ്പോൾ ഐ ഫെൽറ്റ് ദാറ്റ് ഐ നീഡ് ടു പ്രോബ്ലി റീഡ് ഹാപ്പിനെസ് ഹൈപ്പോത്തസിസ്, റൈറ്റിയസ് മൈൻഡ് ഒക്കെ ഒന്ന് വായിക്കണം എന്നുള്ളത്. ഹാപ്പിനെസ് ഹൈപ്പോത്തസിസ് ഞാൻ വായിച്ചിട്ടുണ്ട്, റൈറ്റിയസ് മൈൻഡ് ഞാൻ വായിച്ചിട്ടില്ല. റൈറ്റിയസ് മൈൻഡ് പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ, നമ്മളുടെ മോറൽ സ്റ്റാൻഡിങ്ങും പൊളിറ്റിക്സും ഒക്കെ വളരെ ക്ലിയറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു പുസ്തകമായിട്ട് വരാം. ഏതാണ്ട് വീഡിയോ എല്ലാ ആഴ്ചയൊക്കെ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ഏതാണ്ടൊരു വീഡിയോ ചെയ്യാണ്ട് വായിച്ച് തീർത്ത് അവിടെ വെച്ചിട്ടുള്ള ഒരു 30-35 പുസ്തകങ്ങളുണ്ട്. ഇഫ് ഐ ഗെറ്റ് ടൈം ഐ വിൽ ഡെഫിനറ്റ്ലി കം. ജോലിയും തിരക്കുമായതുകൊണ്ട് എല്ലാ സമയത്തും പുസ്തകങ്ങളെ പറ്റിയിട്ട് പറഞ്ഞങ്ങ് വരാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഇഫ് യു coming here for the first time and you have not subscribed. And if you want to just listen to the podcast, to the audio, നിങ്ങൾക്ക് വായനാലോകം, അത് സ്പോട്ടിഫൈ, ആപ്പിൾ പോഡ്കാസ്റ്റ്, ഇവിടെ വേണമെങ്കിൽ നോക്കാം. ഐ സീ യു ഓൾ അഗെയിൻ. നബനങ്ങനെയാക്കാം.